സ്ട്രേഞ്ചർ തിങ്സിൽ വാക്നനെയും അതേപോലെ തന്നെ ഓന്റെ ഷുട്ടുമണി ആയിട്ടുള്ള ഈ ഒരു ഡിമോഡ് ഓർഗാനിയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേജാറാവില്ലേ? ഇങ്ങനെ ബേജാറാവാനുള്ള റീസൺ എന്തായിരിക്കും? ബട്ട് വൈ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നിപ്പിക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനേഴ്സ് ഇതിന് നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് ചില്ലറ പൊടിക്കൈകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് പറയാൻ പോണത്. ഇത് ഇവരെ കേസിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഡിസ്നിന്റെ ഓരോ വില്ലൻസിനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടില്ലേ, ഇവർക്കൊക്കെ ഷാർപ്പ് എഡ്ജസ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മളെ വാക്നക്കും ഷാർപ്പ് എഡ്ജസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷാർപ്പ് എഡ്ജ് തന്നെയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഷേപ്പ് സൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ UI യൂസ് ചെയ്യുന്ന ഷേപ്സിന്റെ സൈക്കോളജിനെ പറ്റിയാണ്. ഇനി നമ്മൾ ആപ്പിന്റെ ഡിസൈൻ അല്ലെങ്കിൽ UX ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ ഈ സെയിം സാധനം നമുക്ക് കാണാൻ പറ്റും. ബട്ടൺസിനൊക്കെ ഈ ഷാർപ്പ് എഡ്ജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബട്ടൺസ് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് ബോൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ബാങ്കിന്റെ ഡിസൈൻ എടുത്ത് നോക്കാം. ബാങ്കിന്റെ ബട്ടൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. ഈ നേരെ മറിച്ച് നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിക്കൊണ്ട് പറയുകയാണെങ്കിൽ റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്ലേഫുൾ അല്ലെങ്കിൽ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റൗണ്ടഡ് ഷേപ്സ് കൊടുക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിക്കൊണ്ട് പറയാനാണെങ്കിൽ നമ്മൾ റൗണ്ടഡ് ഷേപ്പ് കൊടുക്കുന്നത് പ്ലേഫുൾ ആവാനും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷാർപ്പ് എഡ്ജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ട്രേഞ്ചർ തിങ്സിന്റെ 7th സീസണിന്റെ ബാക്കി എപ്പിസോഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് പോയി കണ്ടോളി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ശരി.